ഇതൊരു ഡെബിറ്റ് കാർഡാണ്, പക്ഷേ ഇതിലൊരു പേഴ്സണൽ ലോൺ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡുകളിലൊക്കെ ഈ ലോണുകൾ ഇരിപ്പുണ്ടാവും. അപ്പോൾ പലർക്കും അത് അറിയുന്നുണ്ടാവില്ല, ഈ ലോണുകളുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ ലോൺ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാനായിട്ട് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് ലോൺ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ലോൺ എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞിട്ടും ചെക്ക് ചെയ്യാതെ കോൺടാക്ട് ചെയ്തത്, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വീഡിയോയിൽ A to Z പറയുന്നുണ്ട്. അതിനൊപ്പം എങ്ങനെയാണ് ഇതിൻ്റെ EMI പ്ലാനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. 94,400 രൂപയ്ക്ക് നിങ്ങൾക്ക് വരുന്ന പ്ലാൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വരുന്ന ഇൻട്രസ്റ്റും ഇതൊരു ബാങ്കിൻ്റെ ആട്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെൻറ്റ് ബാങ്ക്സ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ബാങ്കിൻ്റെ റേറ്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പ്ലാനുകൾ 24 മാസം വരെയുള്ള പ്ലാനുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിത് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാം. ഇതാണ് പ്ലാനുകൾ കേട്ടോ. നിങ്ങൾക്ക് ഈ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. സിമ്പിളായിട്ട് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഇതിന്റെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാർഡിൽ സിമയൊക്കെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ബാങ്ക്സിന്റെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെബിറ്റ് കാർഡ് EMI ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിന്റെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഇൻസ്റ്റന്റ് ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ എടുക്കുന്ന ആ സെയിം റേറ്റോ ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി അതിനൊക്കെ ഭയങ്കര കുറവാണ് നോക്കുകയാണെങ്കിൽ. പിന്നെ 2 വർഷം വരെയുള്ള പ്ലാനുകൾ നമുക്ക് ഇതിൽ കിട്ടും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് ആയിട്ട് കിടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വിത്തൗട്ട് ഇനി ഒരു KYC ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ബാക്കിയൊക്കെ നമ്മുടെ എൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരും. നിങ്ങളിപ്പോൾ രാവിലെ നിങ്ങളെല്ലാം ചെയ്ത് ഓക്കെയാണ്, എല്ലാം കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വൈകുന്നേരം പൈസ കിട്ടുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അതാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. ചില ബാങ്ക്സിനൊക്കെ നമുക്ക് 0 കോസ്റ്റിൽ വരെ ചെയ്യാനായിട്ട് പറ്റും, ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര കുറവ് എമൗണ്ട് മാത്രമാണ് കട്ടിങ് ആയിട്ട് പോകത്തുള്ളൂ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ആ കാർഡ്. നിങ്ങൾക്ക് ഇതിലൊരു EMI പർച്ചേസിന്, ഡെബിറ്റ് കാർഡ് EMI പർച്ചേസിന് അവൈലബിൾ ആണെങ്കിൽ ആ ഡെബിറ്റ് കാർഡ് EMI പർച്ചേസ് ത്രൂ നമ്മളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക. ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഒരു റേറ്റ് ഉണ്ട്, ഹോൾസെയിൽ റേറ്റ് എന്നൊക്കെ പറയും. ആ റേറ്റിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും. അത് എടുത്തതിന് ശേഷം നമ്മൾ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരും. നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടി, നിങ്ങൾ ആ പ്രൊഡക്റ്റിന് EMI അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് അപ്രൂവ് ആയി എന്നുള്ളത് പോലെയാണ് നിങ്ങൾക്ക് എത്രയാണ് EMI വരിക, എത്ര എമൗണ്ട് നിന്നാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് പാസ്സായി എന്നറിയണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. ആ ഫോർമാറ്റ്സ് നമുക്ക് ഇവിടെ കാണിക്കാം. അതേപോലെ ഓരോ ബാങ്കിനും ഓരോ ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റ് വൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഫോർമാറ്റ് പോലെ ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എലിജിബിൾ ആണ്, ഇത്ര എമൗണ്ട് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് SMS വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നമ്മളുടെ അടുത്ത് പറയാം ഇത്ര എമൗണ്ട് നമുക്ക് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്, ഇത്ര എമൗണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഗൈഡ് ചെയ്യും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് എപ്പോൾ പൈസ കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z അവിടെ ഗൈഡ് ചെയ്യും. അതിനുശേഷം എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്ന വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് EMIs, കാർഡ്ലെസ് EMIs ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കേട്ടോ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് NBFCയുടെ ഒക്കെ നമ്മൾ ഈ കാർഡ്ലെസ് EMI നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പർച്ചേസ് EMI ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നോക്കാം. നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്തു തരാം. അതുപോലെ തന്നെ ഏതെങ്കിലും ബാങ്ക്സിന്റെ ഡെബിറ്റ് കാർഡ് EMIs യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളും ഇപ്പോൾ ഡെബിറ്റ് കാർഡ് EMI എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, പേലെറ്റർ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെബിറ്റ് കാർഡ് EMI നമ്മൾ മുന്നേ അധികം ഇതിന്റെ വീഡിയോസും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉള്ളിടത്തേക്ക് ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.